സെമിനാരിയിൽ വന്നതിന് ശേഷമാണ് വിയാനി പുണ്യാളനെ കണ്ടുമുട്ടുന്നത്. കാണാൻ തന്നെ വളരെ സുന്ദരമായിട്ടുള്ള, സുന്ദരം എന്ന് പറഞ്ഞാൽ ആത്മീയ സൗന്ദര്യമുള്ള ഒരു രൂപം. ഒന്ന് കണ്ടാലേ രണ്ടാം തവണ നോക്കും. പക്ഷേ വിയാനി പുണ്യാളനെ അടുത്തറിയാൻ ശ്രമിച്ചത് അച്ഛനായി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്താണ് ശരിക്കും ഒരു ഇടവക വൈദികൻ്റെ ആത്മീയതയെന്ന്. പല ജീവിത അന്തസ്സിലുള്ളവരുടെ ആത്മീയതയെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടപ്പോഴുണ്ടായ ഒരാഗ്രഹമാണ് സത്യത്തിൽ എന്തായിരിക്കണം ഒരു ഇടവക വൈദികൻ്റെ ആത്മീയതയെന്ന്. അതിനുത്തരം തന്നത് വിയാനി പുണ്യാളനാണ്. അദ്ദേഹത്തെക്കുറിച്ച് സാധാരണഗതിയിൽ സെമിനാരിയിൽ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം കുമ്പസാരക്കൂട്ടിലെ ജീവിതം മുഴുവൻ ചിലവിട്ട ഒരു വൈദികനെന്നാണ്. പക്ഷേ അദ്ദേഹത്തെ അടുത്തറിഞ്ഞപ്പോൾ അറിഞ്ഞു ആ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതിനും അവരുടെ ജീവിതം സമൂഹത്തിൽ ഏറ്റവും സുരക്ഷിതമാക്കുന്നതിനും അദ്ദേഹം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുകയും അവർക്ക് വേണ്ടി ഒരു ഹോസ്റ്റൽ കൊടുക്കുകയൊക്കെ ചെയ്തെന്ന് പറയുന്നു. അതിനേക്കാളേറെ സുന്ദരമായത് വിയാനി പുണ്യാളൻ പലതവണ തൻ്റെ ഇടവകയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിച്ചു. കാരണം അദ്ദേഹം വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരു കണ്ടംപ്ലേറ്റീവ് സ്പിരിച്വാലിറ്റിയിൽ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ട ആളാണെന്ന്, അതായത് ധ്യാനാത്മക ആത്മീയതയിൽ. അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇടവകക്കാർ അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹത്തിൻ്റെ മെത്രാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സത്യത്തിൽ തൻ്റെ ആത്മീയത ധ്യാനാത്മക ആത്മീയതയാണെങ്കിലും അത് ഈ ഇടവക സമൂഹത്തിൽ ഇടവകയിൽ ജീവിക്കാനാണ് അച്ഛൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ധ്യാനാത്മക ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് വന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ വിയാനി പുണ്യാളനെ വാഴ്ത്തുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞു തരുന്നു എന്താണ് ഒരു ഇടവക വൈദികൻ്റെ ആത്മീയത. അത് ധ്യാനാത്മകതയിൽ ഊന്നിയ അജപാലന ശൈലി, വേണമെങ്കിൽ നമുക്കത് പാസ്റ്ററൽ കണ്ടംപ്ലേഷൻ എന്ന് വിളിക്കാം. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ആഴമുള്ള ആത്മീയതയുടെ ഫലങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. ഇത് കൂടുതൽ വെല്ലുവിളിയാവുന്നു ഓരോ ദിവസവും ജീവിതത്തിൽ. വിയാനി പുണ്യാളനെ പോലെ എങ്ങനെ ധ്യാനാത്മക ആത്മീയതയിൽ വളരാം, എങ്ങനെ അതിൻ്റെ ഫലങ്ങൾ അനുദിന ജീവിതത്തിൽ കൊണ്ടുവരാം. എല്ലാവർക്കും വിയാനി പുണ്യാളൻ്റെ തിരുനാൾ ആശംസകൾ.